അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗേറ്റ്വേ അറബിക് ബൂൺസിലൂടെ അറബി ഭാഷയിലുള്ള മറ്റൊരു വ്യത്യസ്തമായ ലെസണുമായി ടീം ഗേറ്റ്വേ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നു. ഇന്നത്തെ ലെസൺ കലിമാത്ത് അറബിയ ഷിബ്ഹ് മുൻഖരിള എന്ന് പറഞ്ഞാൽ അറബിക് വേർഡ്സ് ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ്, കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അറബി വാക്കുകൾ. അതായത് പഴയകാല അറബി ഗദ്യങ്ങളിലും പദ്യങ്ങളിലുമൊക്കെ വ്യാപകമായി ഉപയോഗിച്ചു കണ്ടിരുന്ന, എന്നാൽ ഇപ്പോൾ മോഡേൺ അറബിക് വന്നതോടുകൂടി ഉപയോഗം വളരെ കുറഞ്ഞ, ഇവിടെ ഭാഷയിൽ പറഞ്ഞാൽ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ വംശനാശം സംഭവിക്കാന്നൊക്കെ പറയാറുണ്ട്, ആ ശൈലിയിൽ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പദങ്ങൾ, ഒരുപാട് പദങ്ങളുണ്ട്. അതിൽ നിന്ന് വളരെ ഒരു ഉദാഹരണത്തിന് വേണ്ടി വളരെ ചുരുക്കം ചില പദങ്ങൾ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ പദങ്ങളിലേക്ക് പോകാം. ആദ്യമായി അൽ വുജൂം. അൽ വുജൂം എന്ന് പറഞ്ഞാൽ മിൻ അഷദ്ദി ഹാലാത്തിൽ ഹുസ്നുൻ യുസ്കിതു സ്വാഹിബഹു. ഇതിന് ഇംഗ്ലീഷ് താഴെ കൊടുത്തിട്ടുണ്ട്. അൽ വുജൂം, വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് സാഡ്നെസ്, എ ഗ്രീഫ് സോ ഹാർഡ് ഇറ്റ് മേക്സ് യു സ്പീച്ച്ലെസ്. അങ്ങേയറ്റം വിഷമഘട്ടത്തിന്റെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ അങ്ങേ അറ്റത്തെ അവസ്ഥ, വലിയ ദുഃഖം. ആ ദുഃഖമുള്ള ആളെ മൗനിയാക്കും. യുസ്കിതു സ്വാഹിബഹു, അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു പദ്യമാണ്. വസിദ്ഖു മിൻ കറമി തിബാഇ വതലമാ ജഅൽ കദൂബു ബിഖസ്ലതിൻ വവുജൂമി. സിദ്ഖ്, സത്യം എന്ന് പറഞ്ഞാൽ മിൻ കറമി തിബാഇ, അത് നല്ല ആളുകളുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. വതലമാ ജഅൽ കദൂബ്, എന്നാൽ കദൂബ് വരുന്നത് ബിഖജ്ലത്തിൻ, അത് ഷൈമോടുകൂടി, അങ്ങേയറ്റം നാണക്കേട്, ഷൈം. വുജൂമി, ദുഃഖത്തോടുകൂടെയുമാണ്. അവിടെ വുജൂമി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വാക്കുകളൊക്കെ ഇപ്പോൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ ആനുകാലികങ്ങളിലോ ദൗരിയാത്തുകളിലൊക്കെ കാണപ്പെടാത്ത വാക്കുകളാണ്. എന്നാൽ പഴയ കവിതകളൊക്കെ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഗദ്യങ്ങൾ എടുത്തു നോക്കിയാൽ കൂടുതലായി കാണപ്പെടുന്ന വാക്കുകളുമാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില വാക്കുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്കിലേക്ക്. അടുത്ത വാക്ക് ബൈദാറ. ബൈദാറ എന്ന് പറഞ്ഞാൽ അൽ ഇൻഫാഖു ബി ഇസ്രാഫ് വ മുബാലഗ. ബൈദാറ, സ്പെൻഡിങ് മണി ക്വിക്ക്ലി ആൻഡ് കെയർലെസ്ലി, ഒരു ശ്രദ്ധയും കൂടാതെ പെട്ടെന്ന് ക്യാഷ് ചെലവാക്കി തീർക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. വല ഖറാബത്ത് ഇദാ ഹുവ യുആനി മിൻ അസിമ്മ മാലിയ ബിബിസാത ഹുവ മഅറൂഫുൻ ബിൽ ബൈദാർ. വല ഖറാബത്ത് ഇദാ ഹുവ യുആനി മിൻ അസിമ്മ മാലിയ, അവൻ സാമ്പത്തിക പ്രതിസന്ധി, അവൻക്ക് ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ബിബിസാത്ത, അത് വളരെ സിമ്പിളാണ്. ഹുവ മഅറൂഫുൻ ബിൽ ബൈദാറ, അവൻ ബൈദാറ കൊണ്ട് പ്രസിദ്ധനാണ് എന്ന് പറഞ്ഞാൽ വെറും ഇസ്രാഫ് കൊണ്ട് അവൻ ഇങ്ങനെ ഇസ്രാഫായിട്ട് ചിലവാക്കുക. സ്പെൻഡിങ് മണി ക്വിക്ക്ലി ആൻഡ് കെയർലെസ്ലി, ഒരു കെയർലെസ്സും കൂടാതെ, ഒരു കെയറും കൂടാതെ പൈസ ചെലവാക്കുന്നതിൽ അവൻ അറിയപ്പെട്ടവനാണ്, അങ്ങനെ ചെലവാക്കുന്ന ആളാണെന്നുള്ള അർത്ഥത്തിൽ. മൂന്നാമത്തെ വാക്ക് ജഫ്ജഫ. ജഫ്ജഫ എന്ന് പറഞ്ഞാൽ സൗത്ത് സൗബിൽ ജദീദ്, നമ്മുടെ പുതിയ ഈ വസ്ത്രങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ആ ശബ്ദത്തിനാണ് ജഫ്ജഫ എന്ന് പറയല്. പുതിയ വസ്ത്രം നീർത്തുമ്പോൾ അല്ലെങ്കിൽ അതെടുത്ത് നടക്കുമ്പോഴൊക്കെ ഒരു ചെറിയ ശബ്ദം ഉണ്ടാകാറുണ്ട്. ആ ശബ്ദത്തിനാണ് ജഫ്ജഫ എന്ന് പറയാറ്. സൗത്ത് സൗബിൽ ജദീദ്, ദി സൗണ്ട് ദാറ്റ് ന്യൂ ക്ലോത്ത്സ് മേക്ക്, പുതിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആ ശബ്ദം. അതിൻ്റെ ഉദാഹരണമായിട്ട് സിയാബുൽ ഈദ്, നമ്മളിപ്പോൾ കഴിഞ്ഞ പെരുന്നാൾ, സിയാബുൽ ഈദ്, പെരുന്നാൾ വസ്ത്രങ്ങൾ. കാന മൻദറുഹ വമീലൻ ലിൽ ഉയൂൻ, അതിൻ്റെ ആ ദൃശ്യം, അത് കാണാൻ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. വമീലൻ ലിൽ ഉയൂൻ, അത് കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. വജഫ്ജഫതുഹ സാഹിറ, അതിൻ്റെ ആ ശബ്ദം വളരെ മാസ്മരികമായിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം, ജഫ്ജഫ. മറ്റൊരു വാക്ക് നമുക്ക് പരിചയപ്പെടാം, ഖദ്യ. ഖദ്യ എന്ന് പറഞ്ഞാൽ ഖലീലത്തുൽ കലാം കസീറത്തുൽ ഹയാ, ഒരു സ്ത്രീയുടെ ഒരു വിശേഷണമാണത്. വളരെ കുറച്ച് സംസാരിക്കുന്ന, എന്നാൽ വളരെ നല്ല ഷൈയുള്ള, ഒരു ലജ്ജയുള്ള അല്ലെങ്കിൽ ഷൈയുള്ള ഒരു വുമൺ
എന്നാണ് അതിൻ്റെ അർത്ഥം. ഖദിഅ ഒരു പെണ്ണിൻ്റെ വിശേഷണമാണ്. ഖദിഅത്ത് ഖലീലത്തുൽ കലാം കസീറത്തുൽ ഹയാ. അതിൻ്റെ ഇംഗ്ലീഷ് എ വെരി ഷൈ വുമൻ ഹു റയർലി ടോക്സ്, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഷൈ വുമൻ. ഉദാഹരണമായി ഞാൻ കൊടുത്തിട്ടുള്ളത് ഖതബ്തുഹ വഹിയ തബ്ദു ഖദിഅ അമൽ ആൻ തതലമ്മദു മുലാസിനാത്തുൽ മുഗദ്ദിദീൻ അമാമ ലിസാനിഹ. അതൊരു ഉദാഹരണം കൊടുത്തത് മാത്രമാണ്. ഖതബ്തുഹ ഞാൻ അവളെ ആലോചിച്ചു, പെണ്ണാലോചിച്ചു എന്നർത്ഥം. വഹിയ ആ സമയത്ത് വഹിയ തബ്ദു ഖദിഅ അവൾ കാണപ്പെട്ടിരുന്നത് വളരെ ഖദിആയിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഷൈ ആയിട്ട്, വളരെ റയർലി ടോക്കറ്റീവായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. റയർലി ടോക്ക്. എന്നാൽ അമൽ ആൻ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമൽ ആൻ ഇപ്പോഴോ തതലമ്മദു മുലാസിനാത്തുൽ മുഗദ്ദിദീൻ, നമ്മുടെ ട്വിറ്റർമാർ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ എഴുതുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതിൽ സംസാരിക്കുന്നവർ, അവരുടെ സംസാരങ്ങൾ, മുലാസിനാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ നാവ് അല്ലെങ്കിൽ ആ നാവിൽ നിന്നുണ്ടാകുന്ന സംസാരങ്ങൾ, അവർ ശിക്ഷത്വം സ്വീകരിക്കുകയാണ് അമാമ ലിസാനിഹ ഇവളുടെ നാക്കിൻ്റെ മുന്നിൽ. എന്ന് പറഞ്ഞാൽ അവരുടേക്കാൾ വലിയ നാക്കാണ് ഇവൾക്ക് എന്നുള്ള അർത്ഥത്തിൽ. ജസ്റ്റ് ഒരു ഉദാഹരണമാണ്. മറ്റൊരു വാക്ക് സഗബ്. സഗബ് എന്ന് പറഞ്ഞാൽ അൽ ജൂഉ വത്തഅബ് ഫി ആനിൻ വാഹിദ്, ഒരേ സമയത്ത് ബീയിങ് ഹംഗ്രി ആൻഡ് ടയേർഡ് അറ്റ് ദി സെയിം ടൈം, ഒരേ സമയത്ത് വിശപ്പും അതുപോലെ തന്നെ ക്ഷീണവും തോന്നുന്ന ഒരു അവസ്ഥ, അതിനാണ് ഷഗബ് എന്ന് പറയാറ്. അൽ ജൂഉ വത്തഅബ് ഫി ആനിൻ വാഹിദ്. അതിന് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത് അസ്സഗബ് യുഅസ്സിറു സൽബിയൻ അലാ ഇൻജാസിൽ മുഹിമ്മാത്തിൽ യൗമിയ്യ വൽ അമൽ ബിഫഅലിയ്യ. സഗബ് എന്നുള്ള ആ അവസ്ഥ യുഅസ്സിറു അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അത് പ്രതിഫലിക്കും. സെൽബിയൻ നെഗറ്റീവായിട്ട്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അല ഇൻജാസിൽ മുഹമ്മാത്തിൽ യൗമിയ്യ ദിനേനയുള്ള ഒരു ഡെയിലി ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്, ഇൻജാസ് അത് നടപ്പിലാക്കുന്നതിന്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. വൽ അമൽ ബിഫഅലിയ വർക്കുകൾ ചെയ്യാൻ, ബിഫഅലിയ ആക്റ്റീവോടെ വർക്കുകൾ ചെയ്യാനും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും സഗബ് ഉണ്ടായാൽ എന്നുള്ള അർത്ഥത്തിൽ. മറ്റൊരു വാക്ക് കെർദൂം. കെർദൂം എന്ന് പറഞ്ഞാൽ റജുലുൻ ഖസീർ വദഖ്മ്, തടിയനായ ഒരു കുറിയ മനുഷ്യൻ. നമ്മൾ പറയാറുണ്ടല്ലോ കുറിയ മനുഷ്യൻ, എന്നാൽ നല്ല തടിയുള്ള തീരെ പൊക്കമില്ലാത്ത മനുഷ്യന് കെർദൂം എന്നാണ് പറയാറ്. കെർദൂം എന്ന് പറഞ്ഞാൽ റജുലുൻ ഖസീറുൻ വദഖ്മ്, എ ഷോർട്ട് ആൻഡ് ഹെവി മാൻ, നല്ല തടിയുള്ള കനമുള്ള തടിയുള്ള ഒരു കുറിയ മനുഷ്യൻ, ഷോർട്ട്. ഉദാഹരണമായി കൊടുത്തിട്ടുള്ളത് ഗാലിബൻ മാ യകൂനുൽ കർദൂം ത്വരീഫൻ, മിക്കവാറും ഗാലിബൻ മാ യകൂനുൽ കർദൂം ആകും ത്വരീഫൻ, നല്ലൊരു കൊമേഡിയൻ അല്ലെങ്കിൽ നല്ലൊരു തമാശക്കാരനായിരിക്കും. മിക്കവാറും കർദൂം എന്ന് പറഞ്ഞാൽ അതായത് ചെറിയ മനുഷ്യന്മാരൊക്കെ നല്ല തമാശക്കാരായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ.